മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ എസ്ഡിപിഐയിൽ ഭിന്നത രൂക്ഷം. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന ആവശ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനാണ് സാധ്യത. കണ്ണൂരിൽ നടന്ന എസ്ഡിപിഐ ഇലക്ഷൻ കോൺക്ലേവിൽ പ്രധാന ചർച്ച മഞ്ചേശ്വരമായിരുന്നു. സ്ഥാനാർത്ഥി KM അഷ്റഫിനെ പിൻവലിക്കണമെന്ന ആവശ്യവും കോൺക്ലേവിൽ ഉയർന്നു. ഇക്കാര്യം പിന്നീട് തീരുമാനിക്കാമെന്നായിരുന്നു ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രതിനിധികളോട് പറഞ്ഞത്. BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നായിരുന്നു ഭൂരിപക്ഷം അഭിപ്രായം. എന്നാൽ സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് നേതൃത്വം എത്തിയിരുന്നത്. BJP ജയിക്കാതിരിക്കാൻ മഞ്ചേശ്വരത്ത് UDFും LDFും ഒന്നിച്ചല്ലല്ലോ മത്സരിക്കുന്നത് എന്ന കാര്യവും നേതാക്കൾ ഉയർത്തി. രണ്ട് മുന്നണികളും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. SDPI മത്സരിക്കുമ്പോൾ മാത്രം ഈ വിഷയം എന്തുകൊണ്ട് ഉയർത്തുന്നു എന്ന ചോദ്യവും നേതാക്കൾ ചോദിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്കൊപ്പം ചേർന്ന് UDF SDPIക്കെതിരായ നീക്കം നടത്തിയെന്ന വികാരമാണ് മഞ്ചേശ്വരത്തെ SDPI പ്രതിനിധികൾ കോൺക്ലേവിൽ ഉയർത്തിയത്. SDPI അംഗത്തെ സ്വാധീനം ചെലുത്തി രാജിവെപ്പിച്ചത് അടക്കം UDFന് എതിരായ വികാരം ഉണ്ടാക്കാൻ കാരണമായി. സ്ഥാനാർത്ഥിയെ പിൻവലിക്കരുത് എന്ന കടുത്ത നിലപാടിലാണ് മഞ്ചേശ്വരത്തെ SDPI നേതൃത്വം ഉള്ളത്. BJP ജയിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാകില്ലെന്ന ഉറപ്പും സംസ്ഥാന നേതൃത്വത്തെ മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. UDFന്റെ സമീപനം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം BJPക്കെതിരെ എന്നുള്ളതാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. മറ്റ് സമയങ്ങളിൽ അവർക്ക് ഒപ്പം ചേരുന്ന സ്ഥിതിയാണ് മഞ്ചേശ്വരത്തുള്ളത്. ഇതെന്ത് രാഷ്ട്രീയമാണെന്ന ചോദ്യവും അംഗങ്ങൾ ഉയർത്തി. SDPI മത്സരിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുമെന്നും അത് BJPക്ക് സഹായകമാകുമെന്നും മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നായിരുന്നു മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഭൂരിപക്ഷം പ്രതിനിധികളുടെയും അഭിപ്രായം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് എടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റിടങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ മികവും രാഷ്ട്രീയ നിലപാടുകളും നോക്കി തീരുമാനം എടുക്കും. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിൽ SDPIക്ക് സ്ഥാനാർത്ഥികളില്ല. ഇവിടെ SDPI വോട്ട് നിർണായകമാവുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.